ഹായ് മക്കൾസ്, സ്കൂളിൽ എടുത്തിട്ടും മനസ്സിലാവാത്ത ഒരു ചാപ്റ്ററാണ് ഹിസ്റ്ററിയിലെ അവസാനത്തെ ചാപ്റ്റർ. അതായത് സ്കൂളിൽ എടുത്തിട്ടെന്ന് പറയാൻ കാരണം ഒന്ന്, ലാസ്റ്റിലേക്ക് എത്തുമ്പോഴേക്കും ടീച്ചേഴ്സൊക്കെ ചിലപ്പോൾ സ്വാഭാവികമായിട്ട് സ്പീഡിൽ എടുത്തു കൊടുക്കേണ്ട ആവശ്യം വരും. ചിലപ്പോൾ ശനിയാഴ്ച സ്പെഷ്യൽ വെച്ചിട്ട് ഒരു ദിവസം കൊണ്ട് തീർത്തിട്ടുണ്ടാവും. ഇത് ഞാൻ മനസ്സിലാക്കിയതല്ല, പല കുട്ടികളുടെയും മെസ്സേജിലൂടെ മനസ്സിലായതാണ്, അല്ലാതെ ഞാൻ ക്ലാസ്സിൽ പോയൊന്നും ഇരുന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, എന്താണ് ഈ ചാപ്റ്ററിൽ പഠിക്കേണ്ടത്? അങ്ങനെ ഒരു തോന്നലുണ്ടാവും, എന്താണ് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്? മക്കളെ, ഇതൊരു കുഞ്ഞു ചാപ്റ്ററാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ 7ാമത്തെ ചാപ്റ്ററത്തെ പോലെയോ അല്ലെങ്കിൽ 8ാമത്തെ ചാപ്റ്ററത്തെ പോലെയോ ഗാന്ധിജി നടത്തിയ സമരങ്ങൾ, അല്ലെങ്കിൽ ഏതൊക്കെയാണ് ജനാധിപത്യം നേരിടുന്ന വെല്ലുവിളികൾ, ഇങ്ങനെ നമുക്ക് ഓരോന്നും പഠിക്കാനുള്ളതല്ല. മനസ്സിലാക്കിയിട്ട് എനിക്ക് തോന്നുന്നത് ഒരു 2-3 പ്രാവശ്യം നിങ്ങൾ ഇതിലെ കണ്ടന്റ് കൃത്യമായിട്ട് വായിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. ആദ്യം പറയാനുള്ളത് അത് തന്നെയാണ്. 9ാമത്തെ ചാപ്റ്റർ, അതായത് ഹിസ്റ്ററിയിലെ ലാസ്റ്റ് ചാപ്റ്റർ നിങ്ങൾ ഒരു 3 പ്രാവശ്യങ്ങളിൽ ജസ്റ്റ് വായിച്ചു നോക്കാം. വെറുതെ വായിച്ചു നോക്കാം, മനസ്സിലാക്കിയിട്ടല്ല, അങ്ങോട്ട് വായിക്കുമ്പോൾ തന്നെ ഒരു ഐഡിയ കിട്ടും. ഇനി നോക്കാം എന്താണ് പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഒന്ന്, ചാപ്റ്ററിൻ്റെ പേര് പോലെ തന്നെയാണ് ഇന്ത്യൻ സാമൂഹിക വ്യവസ്ഥയെ എങ്ങനെ അറിയാം, അല്ലെങ്കിൽ നോ ദി ഇന്ത്യൻ സോഷ്യൽ സിസ്റ്റം. ഇതാണ് പഠിപ്പിക്കുന്നത്. അതായത് ഇന്ത്യൻ സോഷ്യൽ സിസ്റ്റത്തിനെ പ്രതിപാദിക്കുന്ന കുറച്ച് ഘടകങ്ങളുണ്ട്. ഇന്ത്യൻ സോഷ്യൽ സിസ്റ്റത്തെ അല്ലെങ്കിൽ ഇന്ത്യൻ സാമൂഹിക വ്യവസ്ഥയെ ബാധിക്കുന്ന കുറച്ച് ഘടകങ്ങളുണ്ട്. ആ ഘടകങ്ങൾ ഏതൊക്കെയാണ്, അവ എങ്ങനെയൊക്കെയാണ് അത് ബാധിക്കുന്നത് എന്നുള്ള കുറച്ച് കാര്യങ്ങളാണ് നോക്കാം. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചാപ്റ്റർ പഠിച്ചു. അതായത് ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് ദി ഇന്ത്യൻ സോഷ്യൽ സിസ്റ്റം, ഇന്ത്യൻ സാമൂഹിക വ്യവസ്ഥയുടെ വിവിധ ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചിട്ട് ഇങ്ങനെ ഒരു മരത്തിൻ്റെ ഒരു ഫോട്ടോ കാണിക്കാം. മരത്തിൻ്റെ അല്ല, മരപ്പലകരെ നോക്കിയൊക്കെ ഇന്ത്യൻ്റെ മാപ്പാണ് ഇവിടെ. അപ്പോൾ ഈ ഡിഫറെൻറ്റ് പാർട്ട്, ഇന്ത്യൻ സോഷ്യൽ സിസ്റ്റത്തിൻ്റെ ഡിഫറെൻറ്റ് പാർട്ടുകൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ ഇന്ത്യൻ സാമൂഹിക വ്യവസ്ഥയുടെ വിവിധ ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. കാസ്റ്റ് സിസ്റ്റം, ജാതി വ്യവസ്ഥ, പിന്നെ അതുപോലെ ലാംഗ്വേജ്, ഭാഷ, റിലീജൻ, മതം, ട്രൈബൽ, റൂറൽ ആൻഡ് അർബൻ സൊസൈറ്റി, അതായത് നമ്മൾ പറയുന്ന ഗ്രാമ നഗര പ്രദേശങ്ങളും പിന്നെ നമ്മൾ പറയുന്ന ട്രൈബൽസ്, ഗോത്രവർഗ്ഗക്കാർ, ഇവരൊക്കെ എങ്ങനെയാണ് നമ്മുടെ ഇന്ത്യൻ സോഷ്യൽ സിസ്റ്റത്തെ ബാധിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് ഘടകമായിട്ട് മാറുന്നത്? മക്കൾ, ഇന്ത്യൻ സാമൂഹിക വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ വെറും സാമൂഹിക വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് എല്ലാതും, എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ, ട്രാൻസ്പോർട്ടേഷൻ, ലോ, ഇങ്ങനെ എല്ലാതും കൂടി ഉൾപ്പെടുന്നതാണ് ഏതെന്ന് പറയും. എല്ലാം കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര ബന്ധമുണ്ടായിരിക്കും. അങ്ങനെ പരസ്പര ആശ്രയത്തോടു കൂടി കഴിയുന്നതാണ് ഏതെന്ന് പറയുന്നത് സോഷ്യൽ സിസ്റ്റം, സാമൂഹിക വ്യവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ സാമൂഹിക വ്യവസ്ഥ രൂപപ്പെടുന്നതിൽ ആർക്ക് വലിയൊരു പങ്കുണ്ട്? കാസ്റ്റ് സിസ്റ്റത്തിൽ പങ്കുണ്ട്. അപ്പോൾ കാസ്റ്റ് സിസ്റ്റത്തിനെ പറ്റി പറയുന്നുണ്ട്, അത് ജാതി വ്യവസ്ഥ. ഈ ജാതി വ്യവസ്ഥയിൽ തന്നെ ജാതി വ്യവസ്ഥയുടെ വിവിധ ഫീച്ചേഴ്സ് പഠിക്കുന്നുണ്ട്, പ്രത്യേകതകൾ, സവിശേഷതകൾ പഠിക്കുന്നുണ്ട് അല്ലേ? ഫീച്ചേഴ്സ് അല്ലെങ്കിൽ സവിശേഷതകൾ എന്ത് ചെയ്യുന്നുണ്ട്? പഠിക്കുന്നുണ്ട്. അതൊരു 5 സവിശേഷതകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇനീക്വാലിറ്റി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള, അസമത്വം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളില്ലേ, ആ കാര്യങ്ങൾ എന്ത് ചെയ്യണം മക്കൾ കൃത്യമായിട്ട് പഠിക്കണം. പിന്നെ വിവാഹം കഴിക്കുന്നതിനെ പറ്റിയിട്ട്, വിവാഹം ഒരേ ജാതിയിൽപ്പെട്ട ആൾക്കാരും, പിന്നെ ജോലിയുടെ കാര്യങ്ങൾ, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? പറയുന്നുണ്ട്. അതേപോലെ തന്നെ റിലീജിയൻ, മതത്തിൻ്റെ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? പറയുന്നുണ്ട്. മതം എങ്ങനെയാണ് ഇതിലൂടെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതിൽ മതത്തിൻ്റെ റോൾ എന്താണ്? അപ്പോൾ ടൂൾ ഓഫ് എന്തെന്ന് പറയും, സോഷ്യൽ സിസ്റ്റം എന്നൊക്കെ പറയുന്നുണ്ട്. അല്ലെങ്കിൽ സാമൂഹിക വ്യവസ്ഥിതിയുടെ ഉപാധിയാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു 4-5 പോയിന്റുകളില്ലേ, അത് കൃത്യമായിട്ട് പറയുന്നത്. പിന്നെ ലാംഗ്വേജിൻ്റെ കാര്യത്തിൽ നമ്മൾ ഭാഷയുടെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ്, ഭാഷ 22 ഔദ്യോഗിക ലാംഗ്വേജ് ഉണ്ട്. പക്ഷേ ഭാഷ എന്ന് പറയുന്നത് വെറും ഒരു എന്ത് മാത്രമല്ല, ഒരു കമ്മ്യൂണിക്കേഷൻ മാത്രമല്ല, അല്ലെങ്കിൽ ഒരു ആശയവിനിമയം മാത്രമല്ല, അതൊരു ഐഡിയോളജിയാണ്, അല്ലെങ്കിൽ അതൊരു സ്വത്വബോധമാണ്, ഒരു ഐഡൻറ്റിറ്റിയാണ്, അതുകൂടിയാണ് ഞാൻ പറയുന്നത്. എന്നിട്ട് ലാംഗ്വേജിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിലാണ് വാമൊഴി പാട്ടുകൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള, ഓറൽ സോങ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങളില്ലേ, അത് പറയുന്നത്. പിന്നെ ട്രൈബ്സ്, നമ്മുടെ ഇവിടെ ഇന്ത്യയിൽ കുറേ ട്രൈബ്സ് ഉണ്ട്. 8.6% പോപ്പുലേഷനിൽ 8.6% നമ്മളിവിടുത്തെ ട്രൈബ്സ് ആണെന്ന് മനസ്സിലാക്കുക, നമ്മളിവിടുത്തെ ട്രൈബൽസ് ആണെന്ന് മനസ്സിലാക്കി വെക്കണം കേട്ടോ. ഓക്കെ ആണല്ലോ, ക്ലിയർ ആണല്ലോ? അപ്പോൾ അതെന്ത് ചെയ്യണം, അതാണ് നമ്മൾ പഠിച്ചു വെക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ റൂറൽ ആൻഡ് അർബൻ സംഭവം. റൂറൽ എന്ന് പറഞ്ഞാൽ ഗ്രാമപ്രദേശങ്ങൾ. അതിൽ നമ്മളെ ടെക്സ്റ്റ് ബുക്കിലുണ്ടാവും ജബീർ സിംഗും, ഒരു ഗോതമ്പ് കർഷകനായിട്ടുള്ള ജബീർ സിംഗ്, പിന്നെ അപ്പുറത്തെ റിനു ആൻഡ് ഫാമിലി എന്ന് പറഞ്ഞിട്ട് ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തായിരിക്കും പരസ്പരം ബന്ധപ്പെടുക. റിനു ആൻഡ് ഫാമിലി അല്ല, റിനു ആൻഡ് ഫ്രണ്ട്സ്, ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ബന്ധപ്പെട്ട് എടുക്കുന്നത്. പിന്നെ ഈ ചാപ്റ്ററിൽ ലാസ്റ്റ് പഠിക്കാനുള്ളത് പ്ലൂറലിസം, ബഹുസ്വരത എന്താണ്, വൈവിധ്യം എന്താണെന്നുള്ളത് കൃത്യമായിട്ടും, പിന്നെ അതുപോലെ തന്നെ നാഷണൽ ഇൻ്റഗ്രേഷൻ, ദേശീയോദ്ഗ്രഥനം എന്താണെന്നും കൂടി പഠിക്കുന്നുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ കഴിഞ്ഞടാ. അതാണ് ഞാൻ പറയുന്നത്, ഇതാണ് പഠിക്കേണ്ടത്, ഇതാണ് എക്സാമിന് ചോദിക്കുക എന്നുള്ള രീതിയിൽ. ഇതൊരു ഇൻഡയറക്റ്റ് രൂപത്തിൽ തന്നെ വരും ക്വസ്റ്റ്യൻ, പക്ഷെ മനസ്സിലായവർക്ക് സിമ്പിളായിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. ഓക്കെ ആണല്ലോ മക്കളെ? സെറ്റാണല്ലോ? അടിപൊളിയാക്കാം, സെറ്റാക്കാം, A+ തൂത്തുവാരാം.